നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർച്ചയിൽ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും 1 മാസത്തിനകം ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി. സീൽ വെച്ച കവറിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, ഈ രഹസ്യമായിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ, അതിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് അതിജീവിത കോടതിയിൽ ഹർജിയിലൂടെ ഉന്നയിച്ചത്. അത് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം വേണം, ഫോറൻസിക് പരിശോധന വേണമെന്ന ആവശ്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഒരു പുനരന്വേഷണം ആവശ്യമുണ്ട് എന്ന കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ കാര്യങ്ങളിൽ എന്താണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? അത് എത്രത്തോളം നിർണായകമാണ്? നടി നൽകിയിട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അങ്ങനെ സ്വീകരിക്കുന്നത് വഴി അത് സൂചിപ്പിക്കുന്നത് നടി ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡും പെൻഡ്രൈവും അത് നിലവിൽ വിചാരണ കോടതിയുടെ പക്കലാണുള്ളത്. ആ പെൻഡ്രൈവും മെമ്മറി കാർഡും ഒരു മെസ്സഞ്ചർ മുഖേന സീൽഡ് കവറിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് 1 മാസത്തിനകം എത്തിക്കണമെന്നാണ് നിർദ്ദേശം. ഒപ്പം തന്നെ ഈ നടി ആവശ്യപ്പെട്ട SIT രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനോടും മറുപടി തേടിയിട്ടുണ്ട്. നേരത്തെ ഈ കേസിന്റെ നാൾവഴിയിലൊക്കെ തന്നെ ഈ മെമ്മറി കാർഡ് ചോർച്ച അല്ലെങ്കിൽ അതൊരു വലിയ വിവാദമാവുകയും പിന്നീട് നടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതിൽ മജിസ്ട്രേറ്റിയൽ തലത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അന്ന് വിചാരണ കോടതി ജഡ്ജ് ഹണിയം വർഗീസ് ഇത് അന്വേഷിച്ചിരുന്നു. അതിൽ ചില കോടതികളിൽ വെച്ച് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ ഫൈനൽ റിപ്പോർട്ട്. പക്ഷേ ആ ഫൈനൽ റിപ്പോർട്ടിൽ ഇത് തുറന്ന് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച ആളുകളെയൊക്കെ പേരടക്കം പറഞ്ഞിരുന്നു. അങ്കമാലി കോടതിയിലെ അതോടൊപ്പം തന്നെ ജില്ലാ കോടതിയിലേക്ക് ആളുകളുടെ പേരടക്കം പറഞ്ഞിരുന്നു. പക്ഷേ അവർക്കെതിരെ ഒന്നും നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു ശുപാർശ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് നടി പ്രസിഡന്റിനടക്കം സുപ്രീം കോടതി ജസ്റ്റിനടക്കം കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അനുകൂല നിലപാടുണ്ടായില്ല. പിന്നീട് ഈ കേസിൽ വിധി പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ പുനരന്വേഷണം വേണം. അതിൽ ചില SIT രൂപീകരിച്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ, നേരത്തെ ഒരു മജിസ്ട്രേറ്റ് അന്വേഷണമാണ് നടന്നതെങ്കിൽ ഇപ്പോൾ ഒരു SIT രൂപീകരിച്ച് സൈബർ വിദഗ്ധരെയും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു അന്വേഷണം വേണമെന്നാണ് നടിയുടെ ആവശ്യം. ആ ആവശ്യം പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഫയൽ സ്വീകരിച്ചത്. ഇനിയിപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. സർക്കാർ മറുപടി നൽകാൻ 1 മാസത്തോളം സമയമുണ്ട്. സർക്കാർ മറുപടി നൽകുന്നതനുസരിച്ചായിരിക്കും കേസിന്റെ ഗതി നിർണ്ണയിക്കപ്പെടുക. GK വിഷ്ണു, ഇപ്പോൾ ഈ മെമ്മറി കാർഡും അതോടൊപ്പം തന്നെ ഈ പെൻഡ്രൈവും ഒക്കെ ഒരു സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റാനാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട വളരെ ഗൗരവമുള്ള വിഷയം ഒരുപക്ഷെ അതിജീവിതയെ ആശങ്കപ്പെടുത്തുന്നതും ഇതിലെ ദൃശ്യങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ്. അത് വിദേശത്തേക്ക് പോയിട്ടുണ്ടോ, അവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ നിലനിൽപ്പിനും സ്വകാര്യതയ്ക്കുമൊക്കെ വലിയ ഭീഷണിയും മാറാകുന്ന ഒരു സംഭവമായി അത് മാറും. അപ്പോൾ ഇതിന്മേലൊക്കെയുള്ള ഒരു അന്വേഷണം, ഇതെങ്ങനെ സംഭവിച്ചു, ഇത് ചോർന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളിലൊക്കെയുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണല്ലോ ഹർജിയിലൂടെ അതിജീവിത ആവശ്യപ്പെടുന്നത്. ഏത് നിലക്കായിരിക്കും ഈ കേസ് ആ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടാകും? എങ്ങനെയാണ് അത് ഈ കേസിന് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്? ഈ കേസിന്റെ വിധി പറയുന്ന ഘട്ടത്തിൽ തന്നെ വിചാരണ കോടതി വളരെ കൃത്യമായി ഏറ്റവും അവസാന വരിയായി പറഞ്ഞത് ഈ മെമ്മറി കാർഡും പെൻഡ്രൈവും അത് അതീവ രഹസ്യമായി സൂക്ഷിക്കണം, അതീവ കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ട ഒരു രേഖയാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനടക്കമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിചാരണ കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ സ്വാഭാവികമായും നടിക്ക് ആശങ്കയുണ്ട്. ആ ദൃശ്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയോ അതല്ലെങ്കിൽ അത് മുൻപ് ചോർന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ വിചാരണ കോടതിയുടെ അന്വേഷണത്തെ ഹാഷ് വാല്യൂ, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായും കണ്ടെത്തലുകളുണ്ട്. ആ ഒരു ആശങ്ക അവർക്ക് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത് എങ്ങനെ മാറി എന്നതിലൊരു വിശദമായ അന്വേഷണം വേണമെന്നും അത് ആരാണ് എന്നുള്ളവർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളൂ. സ്വാഭാവികമായും അതിൽ വിരൽ ചൂണ്ടുന്നത് ചില ആരോപണ വിധേയരായ ആളുകൾ ഈ ദൃശ്യങ്ങൾ കണ്ടു എന്ന ആരോപണങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധമുണ്ട് എങ്കിൽ അത് ഈ കേസിന്റെ അപ്പീലിനെ അടക്കം, അതായത് സർക്കാരൊക്കെ അപ്പീൽ നൽകിയിട്ടുണ്ട്, ആ അപ്പീലിനെ അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒപ്പം ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ട് നടി നൽകിയിട്ടുള്ള ഹർജിയുണ്ട്. അതിനും ഏറെക്കുറെ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് അന്വേഷണം പോകുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ അതിജീവിതം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അതിൽ നിർണായകമാകാൻ പോകുന്നത് പ്രോസിക്യൂഷന്റെ നിലപാടാണ്. പ്രോസിക്യൂഷൻ എന്താണ് അറിയിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. ഒപ്പം ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയും കോടതി ഒരു തീരുമാനമെടുക്കുക.
ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ ഈ അതിജീവിത ആശങ്കപ്പെടുന്ന ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്ന് കരുതുന്ന ആ പെൻഡ്രൈവും അതോടൊപ്പം മെമ്മറി കാർഡും ഒക്കെ ഒരു സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സീൽ ചെയ്ത കവറിൽ അത് ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണം എന്ന അതിജീവിതയുടെ ആവശ്യം, ആ ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട്, സർക്കാർ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നതൊക്കെ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ നിർണായകമായി മാറും. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.